ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ ഇനിയും ദുരൂഹത ഒഴിഞ്ഞിട്ടില്ല. കാണാതായവരെക്കുറിച്ചോ മരിച്ചവരെക്കുറിച്ചോ വിവരമൊന്നുമില്ല. ഇപ്പോഴും നീതിക്ക് വേണ്ടി പല കുടുംബങ്ങളും പോരാട്ടം നടത്തുന്നു. അതിനിടെ 2012 അതിക്രൂരമായി കൊല്ലപ്പെട്ട സൗജന്യ കേസ് പുനരന്വേഷിക്കാൻ സുപ്രീം കോടതിയുടെ അനുമതി. CBI അന്വേഷിച്ചു തള്ളിയ കേസിൽ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ആക്ഷൻ കമ്മിറ്റിക്ക് നീതി ലഭിക്കുന്നത്. വാദം കേൾക്കുന്നതിനിടെ CBI അന്വേഷണത്തെ കോടതി രൂക്ഷമായി വിമർശിച്ചു. കേസിൽ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് കോടതിയുടെ ചോദ്യം. രണ്ടാം വർഷ PUC വിദ്യാർത്ഥിനി സൗജന്യ ധർമ്മസ്ഥലയിൽ ക്രൂരമായി കൊല്ലപ്പെട്ട കേസ് പുനരന്വേഷിക്കാനാണ് സുപ്രീം കോടതി അനുമതി നൽകിയത്. ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, സഞ്ജീവ് സച്ചിദേവ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച് വാക്കാൽ പരാമർശം നടത്തിയത്. ഏത് ഏജൻസി അന്വേഷണം നടത്തണമെന്നത് സംബന്ധിച്ച ഉത്തരവ് വൈകാതെ ഉണ്ടായേക്കും. വാദം കേൾക്കുന്നതിനിടയിൽ CBI അന്വേഷണത്തെ കോടതി രൂക്ഷമായി വിമർശിച്ചു. ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് CBIയെ പരാമർശിച്ച് കോടതി ചോദിച്ചു. 2012 ഒക്ടോബറിൽ സൗജന്യയുടെ മൃതദേഹം കണ്ടെടുത്ത സ്ഥലം ഒരിക്കൽ പോലും സന്ദർശിച്ചിട്ടില്ലെന്ന CBI അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴി അസ്വസ്ഥതയുണ്ടാക്കുന്നതാണെന്നും ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടി. പുതിയ അന്വേഷണം CBIയെ ഏൽപ്പിക്കില്ലെന്നും സുപ്രീം കോടതി സൂചിപ്പിച്ചു. നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന SITയിൽ ഉണ്ടായിരുന്ന ചില കർണാടക പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഹർജിക്കാരിയായ സൗജന്യയുടെ അമ്മ കുസുമാവതി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നീണ്ട നാളത്തെ പോരാട്ടത്തിന്റെ വിജയമാണിതെന്ന് ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി. എല്ലാരും കൂടിയിട്ട് ഒരു മാധ്യമോ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയ മാധ്യമോ ആൾക്കാരും എല്ലാരും കൂടിയിട്ട് ഈ ഒരു ഇവിടെ വരെ എത്തിച്ചെന്ന് പറയുന്നത്. ഇപ്പൊ എന്താ സംബന്ധം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം സുപ്രീം കോടതി പറഞ്ഞത് SIT ടീം രചനയാക്കണമെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിനോട്. അന്നേരം നമ്മുടെ വക്കീൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി മുത്തർജിയില് സുപ്രീം കോടതിയിൽ നിന്ന് അവര് നോക്കിക്കൊണ്ട് അതൊരു ടീം രചന പറഞ്ഞു. അതിലൊരു പെൻഡിങ് ഉണ്ട്. അതൊരു 10 ദിവസത്തിനുള്ളിൽ അറിയാം ഇപ്പൊ എങ്ങനെ ചെയ്യുന്നത്. 2012 ഒക്ടോബർ 9 സൗജന്യ കൊല്ലപ്പെടുന്നത്. ക്രൂരമായ പീഡനത്തിനിരയായതായും കഴുത്തു ഞെരിച്ചതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. വിദ്യാർത്ഥിനിയുടെ മരണം കർണാടകയിലുടനീളം വ്യാപക പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. കേസിൽ കാർക്കള സ്വദേശി സന്തോഷ് റാവുവിനെ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും കുറ്റക്കാരില്ലെന്ന് കണ്ടെത്തി വിട്ടേക്കുകയായിരുന്നു. വിചാരണ വേളയിൽ 6 വർഷമാണ് ഇയാൾക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത്. സൗജന്യ കേസിൽ പുതിയ അന്വേഷണ സംഘം വരുന്നതോടെ ധർമ്മസ്ഥലയിൽ നടന്ന നിരവധി ദുരൂഹ മരണങ്ങളുടെ ചുരുളഴിയുമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. KB ബൈജു, News 18, ധർമ്മസ്ഥല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.